ഏറ്റവും പുതിയ വിവരം വരുന്നത് സന്ധ്യയുടെ ശസ്ത്രക്രിയ അത് പൂർത്തിയായി എന്നുള്ള വിവരം ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. 8 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയ എന്നാണല്ലോ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കാലിലേക്കുള്ള രക്തയോട്ടം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞെങ്കിലും 72 മണിക്കൂർ നിർണായകമാണെന്ന് ഡോക്ടേഴ്സ് ഇപ്പോൾ പറയുന്നുണ്ട്. കുട്ടിയുടെ പഠനച്ചെലവ് ഏറ്റെടുക്കുമെന്ന് ഇപ്പോൾ ആരോഗ്യമന്ത്രി അറിയിക്കുന്നുണ്ട് കോളേജ് അധികൃതർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിഷ്ണു എന്തൊക്കെയാണ്? ഉന്മേഷ്, അല്പസമയം മുമ്പാണ് ബിജുവിന്റെ സംസ്കാരം കഴിഞ്ഞത്. തറവാട് വീട്ടുവളപ്പിലാണ് സംസ്കാരം പൂർത്തിയാക്കിയത്. 6 മണിക്കൂറിലെ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ബിജുവിനെയും സന്ധ്യയും ഇന്നലെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്കെടുക്കാനായത്. ഈ സന്ധ്യയുടെ അരക്ക് കീഴ്പോട്ട് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. 8 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയക്കൊടുവിലാണ് രാജഗിരി ആശുപത്രിയിൽ ഇപ്പോൾ ഈ രക്തധമനികൾ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. സന്ധ്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. ഈ ഒരു പ്രദേശം തന്നെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആരുടെ വീടിന്റെ മുകളിലാണ്. അതായത് ഇവിടെ നേരത്തെ വീടുകളാണ് ഉണ്ടായിരുന്നത്. ആ വീടിന്റെ മുകളിലേക്ക് മണ്ണ് വന്ന് പതിക്കുകയും അതിന് മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 6ഓളം വീടുകളാണ് ഈ പ്രദേശത്ത് ഇങ്ങനെ തകർന്നു പോയിട്ടുള്ളത്. ബിജു ഇന്നലെ രാത്രിയോടുകൂടി തറവാട്ട് വീട്ടിൽ പോയി അതിനുശേഷം ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയാണ് സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. ഒരു നിമിഷത്തെ വ്യത്യാസത്തിലാണ് ഈ അപകടം ഒക്കെ നടന്നതെന്നാണ് നാട്ടുകാരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ബിജുവിനെ വീട്ടിലേക്ക് വരുന്നതിന് വേണ്ടി വിളിച്ചു ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു. പക്ഷേ ആ ഫോൺ വെച്ചതിന് ശേഷം പിന്നീട് അപകടം നടന്ന വാർത്തയാണ് അവർ കേൾക്കുന്നത്. ബിജുവിന് മകൻ 1 വർഷം മുമ്പ് മരിച്ചതാണത് മറ്റൊരു സങ്കടമാണ്. 1 വർഷത്തിനുള്ളിൽ 2 മരണമാണ് ഈ കുടുംബത്തെ തേടി എത്തിയിട്ടുള്ളത്. എങ്ങനെ കുടുംബത്തിന്റെ ആഘാതം അല്ലെങ്കിൽ അവരുടെ സങ്കടം എത്രത്തോളം വലുതാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ സർക്കാരിന്റെ സഹായം എന്ന രീതിയിൽ ആദ്യപടിയായി ബിജുവിന്റെ മകളുടെ പഠനം ഏറ്റെടുക്കാമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. കോട്ടയത്തെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് കുട്ടി ഉച്ചയോടുകൂടിയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. മരണവിവരം അറിഞ്ഞ് എന്തായാലും ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ, അതായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീടുകളൊക്കെ അവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ട്. അവരൊക്കെ മറ്റിടങ്ങളിലേക്ക് KSEBയുടെ ക്വാർട്ടേഴ്സിലേക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഒരുക്കിയ മറ്റിടങ്ങളിലേക്കും പല ആളുകളും ബന്ധുവീട്ടിലേക്കും ഒക്കെ പോയിട്ടുണ്ട്. ഇനി ഈ പ്രദേശത്ത് താമസിക്കുക എന്നുള്ളത് അതൊരു അപ്രാപ്യമായ കാര്യമാണ്, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഏത് സമയവും മണ്ണിടിഞ്ഞു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരെയും ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിനി എങ്ങനെ പുനഃസ്ഥാപിക്കുമെന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയും ആർക്കുമില്ല. കൃത്യമായ മറുപടികളൊന്നും ആരും പറയുന്നില്ല. ദേശീയപാത അതോറിറ്റിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ആളുകൾ അതോടൊപ്പം സർക്കാരും ഒക്കെ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ എപ്പോഴും ഇതിന്റെ പ്രശ്നപരിഹാരം എന്തെന്ന ചോദ്യത്തിന് ആർക്കും കൃത്യമായ മറുപടി ഒന്നും ഇല്ല. ഉന്മേഷ്, വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.